ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൻഡ് ഇന്ന് എനിക്ക് ഹിന്ദി എക്സാം ആയിരുന്നു. സ്കൂളിൽ എക്സാം എളുപ്പമുണ്ടായിരുന്നു, വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആൻഡ് നാളെ എനിക്ക് ഇംഗ്ലീഷാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ എക്സാം എന്ന് പറയണേ. ഇംഗ്ലീഷ് പഠിക്കണം. അതിന് മുന്നേ നമുക്ക് ഹിന്ദി പറ്റി പറയാം. ഹിന്ദി പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദി വളരെ നല്ല ഹിന്ദിയാണ്. അതായത് ഞങ്ങൾക്ക് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് ചോദിച്ചത് അനുതാപ് ആരെഴുതി, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അസ്ലമിന് എന്ത് അസുഖമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മധുറുദു ഏത് വിധയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മൈക്കു ഏത് പാഠത്തിലെ കഥാപാത്രമാണ്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിലൊരു മണ്ടത്തരം കാണിച്ചു. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിലൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അങ്ങനെയാണ് 2 ചോദ്യം തന്നെ ഇതിൻ്റെ ഒരെണ്ണം. എനിക്കാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കാൻ അറിയത്തില്ല എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 2 എണ്ണം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കത് സമയം പോയി. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടോ. സമയം പോയെങ്കിലും ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതി. നല്ലൊരു എക്സാം ആയിരുന്നു. ഇനി നാളെ എനിക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. ഇംഗ്ലീഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റേ പഠിപ്പിച്ച് നിർത്തിയത് വരെ, അതായത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ അതുവരെ പഠിച്ചിട്ട് വരാനാണ്. അപ്പോൾ ഇനിയിപ്പം അതിരുന്ന് പഠിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇന്ന് ഏതാ എക്സാം ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്തില്ല. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സാം ഒക്കെ എളുപ്പമായിരുന്നു അല്ലയോ കൂടി എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നാണ്. അപ്പം അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പഠിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിക്കും നിൽക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർ ഈ ചാപ്റ്ററിൻ്റെ ഒരു റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്ന ആ ഒരു ഒറ്റ റിവ്യൂ മതി. ആ ഒരു റിവ്യൂവിൽ തന്നെ ടീച്ചർ ഡിസ്കോഴ്സസിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ അത് മാത്രമാണ് ഞാൻ കുറച്ച് നേരം അധികം ഇരുന്ന് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ചാപ്റ്ററിൻ്റെ റിവ്യൂ. അപ്പോൾ അത് പഠിച്ചതോടെ സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആൻഡ് നെക്സ്റ്റ് തിങ്, എനിക്ക് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കാണെന്ന് വായിക്കുന്നത്, കാരണം ടെക്സ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുകയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്, പക്ഷേ എക്സാമിൽ വായിച്ചല്ലേ പറ്റൂ. ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിന് വലിയ ഗ്രാമറൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ വായിച്ചിട്ട് വരാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഐ വിൽ ഫ്ലൈ, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ സമ്മറി ഒന്നും തന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ നോട്ടിലെ പോലെ സമ്മറിയോ റിവ്യൂ ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുന്നതേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഐ വിൽ ഫ്ലൈ കഴിഞ്ഞിട്ട് നോട്ട്സ് കഴിഞ്ഞിട്ട് അതിന് ശേഷം അതിൻ്റെ തന്നെ ടെക്സ്റ്റ് ബുക്കാണ് വായിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ ആദ്യം നോട്ട് വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ എപ്പോഴും ഞാൻ ആ ക്ലാസ്സിലുണ്ട്, ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നോട്ട്സ് വായിച്ചിട്ടായിരിക്കും ടെക്സ്റ്റ് വായിക്കുക. അതാകുമ്പോൾ ടെക്സ്റ്റ് കുറച്ചും കൂടി നമ്മുടെ മൈൻഡിൽ നിൽക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ആദ്യം വായിക്കാണ്ട് നോട്ട് വായിച്ചിട്ട് അതിന് ശേഷം മാത്രം ടെക്സ്റ്റ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നൊരു ഇമെയിലുണ്ട്, അതായത് ഇമെയിലൊക്കെ എങ്ങനെ എഴുതുക ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരെണ്ണം ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു ഇമെയിൽ. അപ്പോൾ അത് ആ ഒരു ഫോർമാറ്റ് ഞാനൊന്ന് നോക്കി വെക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് എങ്ങാനും ചോദിച്ചാൽ. അതുകൊണ്ട് അത് നോക്കി. പിന്നീട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി കിറ്റി എൽ ഫെർഗൂസൺ എഴുതിയൊരു ചാപ്റ്ററിൽ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ്, ആ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ആ ചാപ്റ്റർ കുറച്ച് പാടാണ്, കാരണം കുറേ ഡേറ്റും മീൻസ് ഇയറൊക്കെ നോക്കി വെക്കണമല്ലോ. അപ്പം അതിലാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ച് നോക്കി, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട് ഈ എഡിറ്റിങ്ങിനൊക്കെ. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് ടീച്ചർ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു സമ്മറി ആയിരുന്നു, കാരണം റിവ്യൂ ഒക്കെ ആണെങ്കിൽ ഇത്ര ഒന്നും വരത്തില്ല എന്ന് തോന്നി. സമ്മറി അത്യാവശ്യം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത് ആ ഒരു സമ്മറിയാണ്. സമ്മറിയിൽ തന്നെ ആക്ച്വലി പാഠം മൊത്തം ഉണ്ട്, കാരണം എനിക്കൊന്നും പാഠത്തിനെക്കാട്ടും വിവരിച്ച് ആ സമ്മറിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു സമ്മറി പഠിച്ചു. ആ ഒരു ചാപ്റ്ററിൻ്റെയും ഇയറൊക്കെ നോക്കി. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും വായിച്ച് ഇയറും നോക്കി. പിന്നെ ആ ഒരു ഗ്രാമർ പോർഷൻസും കാര്യങ്ങളൊക്കെ ട്യൂഷനിൽ പറഞ്ഞത്, അപ്പോൾ അതും നോക്കി. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോയത്തിൽ കഥ മാറിയിട്ടോ. ഞാൻ ആദ്യം പോയാണ് എടുത്ത് വായിച്ചത്, കാരണം പോയൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം പോയ എടുത്ത് വായിച്ചിട്ട് ബാക്കി നോട്ട്സിലോട്ട് കടക്കത്തുള്ളൂ. പിന്നെ ഈ പോയം പഠിപ്പിച്ചപ്പോൾ ഞാൻ പോയതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന് പറയുന്ന പോയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ആ ഒരു പോയം ഇരുന്ന് വായിച്ചു. പിന്നീടാണ് ഞാൻ ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയപ്പം ടെക്സ്റ്റ്, അതായത് ആ പോയത്തിൻ്റെ അങ്ങോട്ടൊക്കെ അത്യാവശ്യം ഗ്രാമർ, നമ്മുടെ കൊഹിസൈഡ് വേസസും ഒക്കെ കൊടുത്തിരുന്നു. അപ്പം ഗ്രാമർ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് കവർ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് കൂടി നോക്കി. എനിക്കത് കാണിക്കാൻ പറ്റില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങളെ ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനത് വായിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പക്ഷേ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സീ യു. ആൻഡ് അതായത് നാളത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.